OBI OC ന്യൂ ഫ്രോഡ് ഈസ് ഹാപ്പനിങ്. പൈസ വാങ്ങിച്ച് പ്രോഡക്റ്റ് അയക്കുന്നില്ല. ഈ അടുത്തത് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു സ്റ്റാഫിനെ മാറ്റി ഇപ്പൊ ഭയങ്കര നല്ല സ്റ്റാഫാണ്, എല്ലാം പക്കയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ആ ക്രിമിനൽസിനേക്കാളും മോശം സ്റ്റാഫാണെന്ന് തോന്നി. ഇപ്പൊ പ്രോഡക്റ്റ് അയക്കുന്ന പോലുമില്ല, അവർ അറ്റ്ലീസ്റ്റ് പ്രോഡക്റ്റ് അയച്ചു തരുമായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്വന്തം കരുത്തിൽ വളർന്നു കയറിയിട്ടുള്ള പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു സ്ഥാപനവും അതിൻ്റെ ഒരു അമരത്ത് നിൽക്കുന്ന OBI OC എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അമരത്ത് നിൽക്കുന്ന ദിയാകൃഷ്ണ KK ഫാമിലി, നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയുടെ അകത്തുള്ള ഏറ്റവും വളരെയധികം നമ്മൾ കരുത്തുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ സംസാരിക്കാൻ വരുന്ന വിഷയം സംസാരിക്കുന്ന സമയത്ത് ഇനി OCയുടെ വളരെ കടുത്ത ആരാധകർക്ക് ചിലപ്പോൾ വിഷമമുണ്ടായേക്കാം, ചിലപ്പോൾ അവർക്ക് പോലും ചിലപ്പോൾ വിഷമമുണ്ടാക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രിറ്റിസിസമാണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ഇത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഗ്നിറ്റി തീർച്ചയായിട്ടും ഒരുപാട് നാളുകൾക്ക് അകം ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അഥവാ OBI OC എന്ന് പറഞ്ഞ സ്ഥാപനം തന്നെ ചിലപ്പോൾ അതിനകത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു സ്കാം എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏതിനാണെന്നുള്ള കാര്യം, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇടയ്ക്കും 1-2 പേര് കോൺടാക്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അത് ഒരു ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാധനം പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുറേയധികം വിഷമങ്ങൾ അവർ പറഞ്ഞു. അതൊരു സ്കാം പോലെ അവർക്ക് ഫീൽ ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി, ഡിഗ്നിറ്റിയൊക്കെ എത്രത്തോളം താഴെ പോയി എന്നുള്ള കാര്യം ചിന്തിക്കണം. ആ ഒരു കുട്ടിയുടെ സ്ഥാപനം നശിക്കണമെന്നോ ആ കുട്ടിയുടെ ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളുടെ അകത്തും തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ട് സമൂഹത്തിൻ്റെ അകത്ത് അവർ വളരെയധികം വലിയ രീതിയിൽ ഒരു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മിസ്റ്റേക്കുകൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും അത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ്. സോ എന്താണ് ആ കുട്ടി എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഹായ് ബ്രോ, OBI OC ന്യൂ ഫ്രോഡ് ഈസ് ഹാപ്പനിങ്. പൈസ വാങ്ങിച്ച് പ്രോഡക്റ്റ് അയക്കുന്നില്ല. കേൾക്കണം, ഒരു ഫ്രോഡ് ഹാപ്പനിങ്, പൈസ വാങ്ങിച്ചിട്ട് പ്രോഡക്റ്റ് അയക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കേൾക്കുന്നത് ഈ OBI OCയുടെ അകത്തു നിന്നാണ്. ഇനി എന്താണെന്നുള്ള കാര്യം ആ കുട്ടി വോയിസ് അയച്ചിട്ടുള്ളത്. ചേട്ടാ, അവരുടെ ഗൂഗിൾ റിവ്യൂസ് തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരുപാട് പേര് പൈസ പേ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ജൂലൈ ആ ഒരു സമയത്ത് ഓർഡർ ചെയ്തവർക്ക് ഇപ്പോഴും പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ റിവ്യൂസിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതേപോലെ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഞാൻ ജൂലൈ 30 ആ ഒരു സമയത്ത് ഓർഡർ ചെയ്തത്. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ ഒരു റിപ്ലൈയും ഇല്ല, മെസ്സേജിന് റെസ്പോൺസ് ഇല്ല. ഒരു മെസ്സേജിന് വല്ലതും റിപ്ലൈ ചെയ്യും, വാട്ട് ഈസ് യുവർ നെയിം അങ്ങനെ വല്ലതും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവരിങ്ങനെ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ, മൂൺ ഗോഡസ് പോലെയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് അവർ ഓൾറെഡി പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് അത് സെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അത് അവർ കെയർലെസ് ആവുന്നതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്യാറില്ല പൊതുവെ. പക്ഷേ ഈ അടുത്തത് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു സ്റ്റാഫിനെ മാറ്റി ഇപ്പൊ ഭയങ്കര നല്ല സ്റ്റാഫാണ്, എല്ലാം പക്കയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ആ ക്രിമിനൽസിനേക്കാളും മോശം സ്റ്റാഫാണെന്ന് തോന്നി. ഇപ്പൊ പ്രോഡക്റ്റ് അയക്കുന്ന പോലുമില്ല, അവർ അറ്റ്ലീസ്റ്റ് പ്രോഡക്റ്റ് അയച്ചു തരുമായിരുന്നു. ഇവര് പൈസ പേ ചെയ്തിട്ടും വെബ്സൈറ്റ് വഴി എല്ലാം ചെയ്തിട്ടും ഇത്രയും ഡിലേ ആണ്, റിപ്ലൈയും ഇല്ല. അപ്പൊ കിട്ടുമോ കിട്ടില്ലേന്ന് പോലും നമുക്കറിയില്ല. ഇതുപോലെ ഒരുപാട് റിവ്യൂസ് കിടപ്പുണ്ട് ഗൂഗിളിൽ. ആക്ച്വലി മനസ്സിലായി കാണുമല്ലോ, ഇവരുടെ ഓർഡർ പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ എന്താണ് OBI OCയിനകത്ത് നമ്മുടെ ഓർണമെൻറ്റ്സ് ആണ് അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പം ആ ഒരു തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഓൾറെഡി ആ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അഥവാ വെബ്സൈറ്റിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. ആ സാധനം ആൾക്കാർ പൈസ കൊടുത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ടൈം മാത്രമാണ് വരേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓൾറെഡി ഉള്ളൊരു സാധനം, സ്റ്റോക്കിൻ്റെ അകത്തുള്ള സാധനം ഓർഡർ ചെയ്ത് ആ സ്റ്റോക്ക് കഴിയുമ്പോഴേക്കും സ്റ്റോക്ക് തീർന്നു എന്നുള്ള കാണിക്കും, സ്റ്റോക്ക് അവൈലബിൾ അല്ലെന്ന് കാണിക്കും. അപ്പോൾ ആ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന് ഓർഡർ ചെയ്ത് പൈസയും കൊടുത്തതിന് ശേഷം ആ സാധനം എന്ത് കാരണം കൊണ്ടായിരിക്കാം അവർക്ക് അയച്ചു കൊടുക്കാത്തത്? അത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ മൂൺ ഗോഡസിനെ പോലെയോ മറ്റുള്ള സംഭവങ്ങളെ പോലെ എന്ന് വെച്ചാൽ ഡ്രസ് മെറ്റീരിയൽസോ മറ്റുള്ള കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ടൈം എടുക്കും എന്നുള്ള കാര്യം പറയാം. പക്ഷേ ഇതല്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ കുറച്ചധികം ഇതിൻ്റെ റിവ്യൂസ് വന്നേക്കുന്ന സംഭവം കുറേ ഉണ്ട് അതിനകത്ത്. കണ്ട് ഓർഡർ വാസ് ഇപ്പോൾ 2 weeks ago വന്നിരിക്കുന്നതാണ്. ഓർഡർ വാസ് പ്ലേസ്ഡ്, മണി വാസ് പെയ്ഡ്, യെറ്റ് ദർ ഇസ് നോ അപ്ഡേറ്റ് ഓൺ ദ ഷിപ്പിംഗ് പാർട്ട് ആൻഡ് നോ റെസ്പോണ്ട് ടു ദ ഇമെയിൽസ്, കോൾസ്, വാട്സ്ആപ്പ് ചാറ്റ്, ഇൻസ്റ്റഗ്രാം DMs. ഇതിലൊന്നും ഇവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഐ ഡിഡ് പേഷ്യൻ്റ്ലി വെയിറ്റ് ഫോർ ദം ടു ഹെൽപ്പ് മീ ഔട്ട്, ബട്ട് നൗ ഐ ആം ഫോഴ്സ്ഡ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് ആൻഡ് ലോസിങ് ട്രസ്റ്റ് ഓൺ ദ ബ്രാൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ആ ട്രസ്റ്റ്, ആ ബ്രാൻഡിനുള്ള ട്രസ്റ്റ് അവിടെ പോയിരുന്ന ഒരു കസ്റ്റമർ ഇവിടെ ഗൂഗിൾ റിവ്യൂവിൻ്റെ അകത്ത് പച്ചക്ക് എഴുതി വെച്ചേക്കുവാണ്.
ഓക്കെ, എതർ ഹെൽപ്പ് മീ വിത്ത് ഡെലിവറി ഓർ ഹെൽപ്പ് മീ വിത്ത് റീഫണ്ട്. സ്കാംഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ #ടാഗ് പോലും കൊടുത്തേക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണമുണ്ട്, ഐ ഹാവ് ഓർഡർഡ് 2 products on 29th July but I have not received it till now. When I contacted through WhatsApp, they said it will be delivery by 10th August, but still I have not received. Now they are not responding to my messages എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. കുറേ ഉണ്ട്. എന്താണ് അടുത്തൊരാൾ, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് OBOC, എ ടോട്ടൽ സ്കാം ലൈക്ക് സ്റ്റോർ. നോക്കൂ, ഇതൊക്കെ ഗൂഗിൾ റിവ്യൂസ് ആണ്, അല്ലാതെ ഇതിപ്പോൾ നമുക്കൊന്നും കയ്യിൽ നിന്നിട്ട് പറയാൻ പറ്റും. മൈ എൻ്റയർ പ്ലാൻ വാസ് റൂയിൻഡ് ബിക്കോസ് ഓഫ് ദ അട്ടർ നെഗ്ലിജൻസ് ആൻഡ് ഇറസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ആൾക്കാർ ഷൗട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ മോശം തന്നെയാണ്, പറയാതിരിക്കാൻ നിർത്തിയില്ല. ഒരു കാരണവശാലും ഇതിനൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തൊന്നുമില്ല. അങ്ങോട്ട് നോക്കി, ഇതിനകത്തുള്ള കുറേ അധികം റിവ്യൂസ് നിങ്ങൾ ഗൂഗിൾ റിവ്യൂവിൽ പോയി നോക്കിയാൽ മതി, അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വെരി ബാഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്, നോട്ട് അറ്റ് ഓൾ വർത്ത് ഫോർ ദ പ്രൈസ്. പലർക്കും പല തരത്തിലേക്കാണ് ഈ സംഭവങ്ങളുമായിട്ട് ഇത് OBOC ആയിട്ട് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് പർച്ചേസിങ് ഫ്രം OBOC. ഇറ്റ് വാസ് ഫസ്റ്റ് പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ. ഐ ഹാഡ് 10K വർത്ത് ജുവലറി. എല്ലാവരും ഇത് എല്ലാവരും ഒന്നല്ല, കുറേയധികം ആൾക്കാർ അവർക്ക് കിട്ടിയതിനെക്കുറിച്ച് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അൺപ്രൊഫഷണൽ സർവീസ് ആൻഡ് എൻലെസ് എക്സ്ക്യൂസസ് ബിഹേവിയർ ബിഫോർ ഓർഡറിങ്. കണ്ടോ, അതായത് ഒരുപാട് 2 weeks ആയിട്ടുള്ളൂ ഇവർ അൺപ്രൊഫഷണലായിട്ട് പോയി ഡീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവർ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സാധനം കൊടുക്കാതെ. സേയിങ് ഇറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആൻഡ് ദർ ഈസ് ഓൺലി വൺ അവൈലബിൾ, ഐ സെലക്റ്റഡ് അനദർ വൺ. സോ ഇങ്ങനെ പോകുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് OBOC, ടോട്ടൽ സ്കാം. ഓക്കെ, ഇങ്ങനെ പോകും. നടക്കും. A month, 2 days, 1 week, 1 month അങ്ങനെ കിടക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ OBOC എന്ന് പറയുന്ന സ്ഥാപനമല്ല, ഏത് സ്ഥാപനമാണെങ്കിലും, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ പോലും പലതരത്തിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരാളെ തിരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയണമെന്നുള്ളൊരു സംഭവമൊന്നുമില്ല. എൻ്റെ വീഡിയോസ് ദിയ കൃഷ്ണയെ കുറിച്ചിട്ടുള്ള വീഡിയോ, OBOCയെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതൊക്കെ നീ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ അതിനകത്ത് എനിക്ക് അവരെ അങ്ങനെ കടന്നാക്രമിച്ച് വിമർശിച്ചിട്ട് ഞാനൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ആൾക്കാരുടെ ഭാഗത്തല്ല ന്യായം. അവർ പൈസയും നിങ്ങൾ പറഞ്ഞേക്കുന്ന, നിങ്ങൾ വേറെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഓർണമെൻറ്റ്സ് അവർ നിങ്ങൾ പറയുന്ന പൈസ തന്ന് നിങ്ങൾ പറയുന്ന ടൈമിൽ അത് കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവർക്ക് ആ സാധനം വാങ്ങിച്ചിട്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് പോകാം, എന്തെങ്കിലും തരത്തിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ ഫംഗ്ഷൻസിനോ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനായിരിക്കുമല്ലോ വാങ്ങുന്നത്. അപ്പോൾ അത് വാങ്ങി ചുമ്മാ വച്ചേക്കാനായിരിക്കില്ലല്ലോ, ഇട്ടുകൊണ്ട് പോകാനായിരിക്കുമല്ലോ. അവർക്ക് ആ സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുപയോഗമുള്ളത്? ഓണക്കോടി ക്രിസ്മസിന് കിട്ടിയിട്ടുള്ള കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മൾ ഓണക്കോടി അടുത്ത് ഓർഡർ ചെയ്തു, ക്രിസ്മസിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്, ക്രിസ്മസിന് വന്നിട്ട് ഓണക്കോടി കിട്ടിയിട്ടുള്ള കാര്യമുണ്ട്. അതാ പറയുന്നത്, ഇത് വളരെയധികം ഇമ്മച്യൂറായിട്ടാണ് ഇപ്പോൾ അത് ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. ഒരു വ്യക്തിയല്ല കേട്ടോ, നോട്ട് ഓൺലി 1 person. അതിനകത്ത് ഒരു വ്യക്തി മാത്രമാണ് 1-2 പേര് ഇതിന് മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അത് വളരെയധികം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നോക്കുമ്പോഴേക്കും ഇത് അവർ പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്ത് അതിനുശേഷം വീണ്ടും എക്സ്ക്യൂസ് പറഞ്ഞ് അതിനുശേഷം വീണ്ടും നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ മാറ്റി പറഞ്ഞ് എന്തോ കാണിക്കുന്നത്? അൺപ്രൊഫഷണലായിട്ടുള്ള സംഭവം, ഡിഗ്നിറ്റി ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, ദിയ ഇപ്പം കുഞ്ഞ് ജനിച്ച് അതിന് ശേഷം ഉള്ള സംഭവത്തിൻ്റെ അത് ബിസിനസ്സിനകത്ത് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അത് ടേക്ക് കെയർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ആര് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ബ്രാൻഡ് എന്ന് വെച്ചാൽ OBOC എന്നുള്ളതാണ്. അപ്പം അതൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന വ്യക്തിക്ക് ആ സമയത്തിന് സാധനം കൊടുക്കേണ്ട ഒരു ബാധ്യത, കടമ, കർത്തവ്യം അത് തീർച്ചയായിട്ടും നീതിയുക്തമായിട്ട് അവർ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് വേറൊരു ന്യായീകരണത്തിന് അർത്ഥമില്ല. എന്തായിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ അറിയാം, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി ഇത് കൊണ്ടുവരും എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായിരുന്നാലും ഇത് കാണുന്ന ഇവരുടെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുക. ഒന്ന് നല്ലൊരു സ്ഥാപനം നല്ല രീതിയിൽ റൺ ചെയ്ത് വരുന്നതാണ്. മിസ്റ്റേക്സ് ഒക്കെ പറ്റാം, പക്ഷേ പെട്ടെന്ന് നിങ്ങളെ ഡിഗ്നിഫൈ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്തുകൊണ്ട് ആ ഡിഗ്നിറ്റി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. നശിക്കണമെന്നോ ഒരു സ്ഥാപനം പൂട്ടിപ്പോകണമെന്നോ ഇതെന്താ എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുന്ന അടുത്തൊരു വീഡിയോ കാണുന്നല്ലോ ഗൈസ്.